ഈ കമൻറ്റ് പറയുന്ന ആൾക്കാർ ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നന്നാക്കാൻ മേലാത്ത സാധനം. ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, ഇവർ ഈ സാധനം കൊണ്ട് നടക്കാത്ത സ്ഥലങ്ങളില്ല, ഉപേക്ഷിച്ച സാധനമാണ്. അപ്പോൾ ഇതിന് കളയാന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും നല്ല സ്പീക്കറുള്ള ഇത്രയും വില കൊടുത്ത് മേടിച്ച ബോസ് പോലെ ഒരു കമ്പനിയുടെ സാധനം കളയുന്നതിന് പകരം നമ്മളൊരു ആംപ്ലിഫയർ കൊടുത്തൊരു ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി വർക്കിംഗ് ആണ് ഈ സാധനം. സൂപ്പറല്ലേ? ഇത് ഒറിജിനലായിരുന്നപ്പോൾ ഇത്രയും സൗണ്ട് കെട്ടിട്ട് കാണത്തില്ല. അത്രയും നല്ല ആംപ്ലിഫയർ ആണ്. അതിൻ്റെ നല്ല വെർഷൻ നോക്കി മേടിക്കണം. ഈ വെള്ളം കൂടി വരുന്ന വില കുറഞ്ഞ സാധനമുണ്ട്, ആ സാധനം മേടിച്ചാൽ കൊള്ളത്തില്ല. അതാണ് ഇവിടെ എല്ലാ മാർക്കറ്റ് വിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ കാലിഫോർണിയ ഐസി ഇട്ടുള്ള സാധനമാണ്, സൂപ്പറാണ്. അപ്പോൾ ഒരു വില വ്യത്യാസം വരുന്ന തന്നെ ഒരു 500 രൂപ അല്ല 1000 രൂപയുടെ മാറ്റം വരുള്ളൂ. അപ്പോൾ വലിയ ലാഭത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ കുറഞ്ഞത് മേടിച്ച് എല്ലാം മുറുക്കാൻ കടയിലുണ്ട്. പക്ഷെ ഞാൻ തരുന്ന സാധനം വ്യത്യസ്തമായ സാധനമാണ്, അതിൻ്റെ എഫക്റ്റ് വേറെ ഒന്നാണ്. അപ്പോൾ ഹാപ്പിയല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്ന മനുഷ്യനാണ്. ഇപ്പം സമയം എന്നാടാ പറഞ്ഞത്? നമ്മൾ ഇന്ന് തന്നെ കൊടുക്കുക, 4 മണിയായി. എന്നാലും തീരുമാനമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് പാക്ക് ചെയ്തോ മോനെ, അയച്ചോ, കാണിച്ചു കൊടുത്തേരെ. അതിൽ ഒരു റെഡ് ഇതിട്ടേരെ. ഓടിയോ സാറിനിരിപ്പുണ്ടല്ലേ? സ്പീക്കറും സബ്വൂഫറും കൊടുക്കാം. ഇത് ബോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് ബോക്സിൻ്റെ ബോർഡാണ്. ഇതിൽ നല്ലപോലെ ജോലി ചെയ്തിട്ടുണ്ട്. ലെൻസി ഇത് കണ്ടോ, ഇതിൽ 2 ഡയോഡ് അവിടെയൊക്കെ കുറച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പാസിറ്റർ ഇങ്ങനെ ചെരിഞ്ഞ് നിൽപ്പുണ്ട്. അത് മാറിയതാണെന്ന് തോന്നുന്നു. എന്നാൽ 82 500 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് അവിടെ കിടക്കുന്നത്. ആ മൊത്തം ബോർഡ് ഒക്കെ അതിൻ്റെ അങ്ങനെയൊക്കെ പവർ സപ്ലൈ സ്റ്റേജിലാണ് കംപ്ലൈൻറ്റും തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോവാം. ഞാൻ ഇവർ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നാണിത്. പറ്റുമെങ്കിൽ ചെയ്തെടുക്കാൻ. ഏതായാലും ഒത്തിരി പേര് ഇത് നോക്കിയിട്ടുണ്ട്. പക്ഷെ പണിതല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, റെഡിയാക്കി എടുക്കാമായിരുന്നു. അത് പ്രിൻ്റൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ബഹളമെല്ലാം ഇത് നടന്നെങ്കിലും ഇതിൻ്റെ ഫ്യൂസ് പോയിട്ടില്ലെന്നുള്ളതാണ്. ഫ്യൂസിന് യാതൊരു കുഴപ്പമില്ല, അതാണ് ഏറ്റവും വലിയ രസം. നമുക്ക് ഓൾ ടൈം നോക്കാം. എന്നായിരുന്നു ശരിയായിട്ടുണ്ടേ. ഇതല്ലേ, ഒരു മിനിറ്റ് എടുത്ത് തരാവേ. മാറെൻ്റെ മക്കളെ, അങ്ങേയറ്റത്ത് പറയാൻ വെച്ചിട്ടുണ്ട്. ഇതിലേതൊന്നും നോക്കി, അതൊന്നും അല്ലെന്ന്, അത് സോണിയല്ലേ.
സോണിയുടെ ഇതിനകത്ത് വരുന്ന സാധനം ആണ്ട ഇരിക്കുന്നു. ഇവനൊരു വെളിവില്ല വെള്ളിയാഴ്ച. അതെന്നെ ഇതല്ലേടാ 23/3/2026 ചെയ്ത നിനക്കറിയത്തില്ല. ഇത് ബോസിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ മദർ ബോർഡാണ്, പവർ സപ്ലൈ. അപ്പോൾ ഇത് വോൾട്ടേജ് 24 വോൾട്ട് ഓൾറെഡി ഇപ്പോൾ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബോർഡിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഓണാകത്തില്ല. നമുക്ക് കണക്ട് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. 24 വോൾട്ട് പവർ സപ്ലൈ ഡെഡായിരുന്നു. 24 വോൾട്ട് പവർ സപ്ലൈ ഇതുണ്ടല്ലോ, പവർ സപ്ലൈ ഓൾറെഡി അവിടെ ഉണ്ട്, കാണാമോ? അപ്പോൾ ഇനി അത് സെറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. സെറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് വർക്കാകുന്നില്ലെങ്കിൽ മദർ ബോർഡ് അയച്ചു പോയതാണ്. ഓക്കെ, കൊണ്ടുപോകും. അപ്പോൾ എടുത്തോണ്ടോ സാൽപ്പിടോ നീ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഒരു എല്ലാം 12 വോൾട്ടേ ഉള്ളൂ. കറക്റ്റ് 12 വോൾട്ടേ ഉള്ളൂ. കറക്റ്റ് 12 വോൾട്ടേ ചാർജ് ആവത്തില്ല. ആ എടുത്തോണ്ടോ. അത് നമുക്ക് ചാർജ് ഒന്ന് കുത്തിയിടാനാണ് വേറെ. നമുക്കവിടെ 15 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നമുക്ക് ഇരിപ്പുണ്ട് അവിടെ. ഇപ്പോൾ റെഡിയായോ? റെഡിയായല്ലോ അല്ലേ? അത് നോക്കിയാൽ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്ക് ലൈറ്റ് അത് 2-3 ദിവസമല്ലേ ആയുള്ളൂ. പിന്നെ അത് അന്നേരം വിളിച്ച് പറയല്ലേ. ആ അത് കുഴപ്പമില്ല, അത് സന്തോഷം. ആകുമ്പോഴേ വിളിച്ചേക്കാം. ഓക്കെ. കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഓഫ് ചെയ്തിട്ടേ കണക്ഷൻ കൊടുക്കാവുള്ളൂ. അത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ഓൺ ചെയ്താൽ ഒരു കുഴപ്പമില്ലാതിരിക്കും. വർഷങ്ങളായിട്ടുള്ള ബോർഡാണ്, നല്ല ഐ സി അത്, ഒറിജിനൽ ഐ സി അത്, അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. മറ്റേത് കുറഞ്ഞ ഐ സി വെച്ചുള്ള ഇപ്പോഴാണ് ഇറങ്ങിയത്. LOTയോ ഉണ്ടല്ലോ. LOT തരാം ഞാൻ. ഇപ്പോൾ റെഡിയാക്കാനും സമയമില്ല, അതുകൊണ്ട്. ആ LOT ഏതാ? വെഗ ആണോ? വെഗ മറ്റേ പഴയ ഇതാ 32 വലിയ ടി വി. 3-4 പേരോട് ആ പഴയ പിക്ചർ ടു ടി വി. മറ്റേ മണ്ടക്കുള്ള സ്പീക്കറൊക്കെ വെച്ച് സെറ്റാ സാധനം. അതിൻ്റെ LOTയുടെ നമ്പർ തരാം. നമ്പരുമായിട്ട് വന്നാൽ മതി, അല്ല പഴയ LOT ആയിട്ട് വന്നാൽ മതി. പഴയ LOT ആയിട്ട് ശരി, ഒന്ന് അറിയാൻ വേണ്ടി തരും. ഓക്കെ. എടി ആ കാർശീരി എടാ, ആ കാർശീരി കഴിഞ്ഞെടുത്തിട്ട് കുത്തിയിട്ട് അത് ഓണാവും നോക്കിയിട്ട് അല്ലാതെ ചേട്ടനെ പറഞ്ഞു കൊടുക്കും. അവർ പോയവർ വന്നോ? ആ 2 ഒന്നിച്ചെടുത്താൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഇവിടുത്തെ അത്ര രൂപയുടെ ആവും ഇവിടെ. ഈ സാധനമൊക്കെ കിട്ടണ ഇച്ചിരി മടിക്കും. ഈ സാധനം കിട്ടാൻ ഇച്ചിരി പാടാവും. ഒറിജിനൽ വെള്ള സാധനം സകലം മുറുക്കാൻ കടയിലും ഉണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ 50 എണ്ണം ചോദിച്ചിട്ട് എനിക്ക് 20 എണ്ണം കിട്ടി. അതോ ഉള്ള അവരുടെ കയ്യിൽ. അതെയല്ലേ? ഇവിടെ 25 കിലോമീറ്ററോ? നിങ്ങൾ എത്ര കിലോമീറ്റർ താണ്ടി വരുന്നത്? ആ താണ്ട 130 കിലോമീറ്റർ താണ്ടോടെ ഇരിക്കുമ്പോൾ വളരെ കുറഞ്ഞു പോയി. എന്തെങ്കിലും ചെയ്ത് തരാം. ഒരെണ്ണോട് ചെക്ക് ചെയ്ത് കൊടറേ. ഇത് കിട്ടുമ്പോൾ മേടിച്ചോണം. ഇനിയിപ്പോൾ അടുത്ത അത്ര വന്നുള്ളൂ. ദൈവമേ മതി. ആ അത് ആരെയും നോക്കണ്ട. ഇതിൻ്റെ ആളിതാ, ഇവനായിരിക്കും പിടിച്ച്. അല്ല പിന്നെ അപ്പുറം മിനി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്, അതിനെയും പിടിക്കുക. ഇവന്മാർ രണ്ടുപേരെയും പിടിക്കുക. മിനിയ ഇവള് പിടിച്ചാൽ കിട്ടാൻ വരാൻ വഴിയില്ലല്ലോ. അന്ന് എനിക്ക് ഉറക്കത്തിലൊക്കെ ഞാനിത് ചെയ്യുന്നത്. ചിലപ്പോൾ കട്ടായിരിക്കും. ആ കട്ട് ചെയ്തൊന്നും കളയാറില്ല. ചിലപ്പോൾ ഉള്ളത് അതേ പിടി ഇടാറുണ്ട്. 2 മണിക്കും 3 മണിക്കും ഒക്കെ ഇത് ഇങ്ങനെ അങ്ങ് പോകും, അവിടെ കിടക്കും. എഡിറ്റിങ് ഭയങ്കര തലവേനയാണ്. സ്റ്റിപ്പർ എടുത്ത് ഇത് കണക്ട് ചെയ്ത് അവരെ നല്ലപോലെ വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ച് നീ ഒന്നുകൂടെ എടുത്തോന്നേ. ആ ഒറ്റ ടൈപ്പ് ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നു. മറ്റേ നിർത്തി ഒരു 20 എണ്ണം പോയത് അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾക്കൊരു
എനിക്ക് തോന്നുന്നത് അത് 1200 രൂപ റേഞ്ചിൽ കിട്ടിയ വില കുറവായിരുന്നു. നിങ്ങൾക്ക് ഈ സാധനം തരികയില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ചെറുത് മതി. ഇത് വെക്കണോ? ഇത് വെക്കണമെങ്കിൽ പുറത്തേ വെക്കാൻ പറ്റുള്ളൂ. മതിയോ? ആ, പുറത്ത് വെച്ച് തരാം, കൺട്രോളെല്ലാം കിട്ടും. ആ, എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ട് വേണം എന്നെ നാട്ടുകാർ തെറി പറയാം. അപ്പം മര്യാദയ്ക്കുള്ള ഒരു സെറ്റായിരുന്നു. അത് ഏതവസ്ഥയാണെന്ന് നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. ഇത് നിങ്ങളെ കൊണ്ട് ഞാൻ അവസ്ഥ പറയിച്ചിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ശവക്കുഴി കിടന്ന സാധനം മരിച്ചു പോയ ആളാണ്, 5-8 കൊല്ലമായിട്ട് ശവക്കുഴിയിലാണ്. അത് മാന്തി എടുത്തിട്ട് അതിൻ്റെ സ്പീക്കർ എടുത്ത് നമ്മൾ സപ്ലൈ കൊടുത്ത് പാട്ട് പാടിക്കുമ്പോൾ തെറി വിളിച്ചിട്ട് കാര്യം. ഇത് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് കോമ കിടന്നപ്പോൾ നാളെ ഇറങ്ങി ഓടിക്കാനൊക്കെ അവസ്ഥയാണ്. അതൊക്കെ സാധനമല്ലേ? ആ, ഇത് കോമയല്ല, ചത്തോനേറ്റോടും. അപ്പം അത്രയും ചെറിയ വിലയ്ക്ക് അത്രയും നല്ലൊരു സാധനം കിട്ടിയപ്പോൾ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. പണ്ട് പിന്നെ യൂറിക്ക എന്ന് പറഞ്ഞ് മറ്റേ പുള്ളി തുണി കൊടുക്കാതെ ഓടി എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ക്വാളിറ്റി കേട്ടിട്ട് കളയാൻ തോന്നില്ല. ആ, ക്വാളിറ്റി അതുപോലെയാണ്, സൂപ്പർ ക്വാളിറ്റി. ഇത് നമുക്ക് അതിൽ ചെയ്തു തരണമെങ്കിൽ അത് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. 2 വയർ പുറത്തേക്ക് ഇടുന്നു, നേരെ കണക്ട് ചെയ്യുന്നു, പെട്ടെന്ന് പണി തീരും. അത് വരുമ്പോൾ 4000 രൂപ. ആ, അപ്പോൾ പവർ സപ്ലൈ സെപ്പറേറ്റ്, അതിൻ്റെ ഒന്നും എടുക്കുന്നില്ല, അതിൻ്റെ സ്പീക്കർ മാത്രം. ആ, സിമ്പിളാണ്. ഇനിയിപ്പോൾ നാളെ അത് വേണ്ട, വേറെ ഇച്ചിരി കൂടെ കൂടി കൊടുക്കണേ, ഇത് കണക്ട് ചെയ്യാം. അത് രണ്ടും പോരാതെ സബ്വൂഫർ വേറെ കൊടുക്കാം. ആ, അപ്പോൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലിമിറ്റായി. അത് ചെയ്തു തരാം, ഒരു കുഴപ്പമില്ല. സ്വിച്ച് ബോർഡ് തരാം. ഏതാ കറണ്ടിൻ്റെ സ്വിച്ച് ബോർഡാണോ, എക്സ്റ്റൻഷൻ ബോക്സ് ആണോ? ആ, അത് നമ്മുടെ കയ്യിലില്ല, അത് ഈ വണ്ടിക്കാർ ചെയ്യുന്നവരോട് പറഞ്ഞാൽ മതി. ഇത് നേരെ എടുത്ത് നിങ്ങൾ 12 വോൾട്ട് സപ്ലൈ കൊടുക്കുക, 2 സ്പീക്കർ കൊടുക്കുക, ഒരു സബ്വൂഫർ കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതേ കൺട്രോൾ ചെയ്യുക. ഇനി ഇതിന് ആപ്ലിക്കേഷനുണ്ട്, ഈ ആപ്ലിക്കേഷൻ മൊബൈലിൽ അടിച്ചാൽ മൊബൈലിലും കൺട്രോൾ ചെയ്യാം. ആ, ഈ ബോർഡിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ആപ്ലിക്കേഷനുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് പെൺഡ്രൈവിലെ പാട്ടൊക്കെ മറ്റേ പോലെ സെലക്ട് ചെയ്യാം. മറ്റേ ആ കുറഞ്ഞ ബോർഡിന് അതൊന്നുമില്ല. അങ്ങനെ ശരിക്കും ലേഔട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു 2 വീഡിയോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇടാത്തതാണ്. 2 ഞാൻ കാണിച്ചെടുത്തു. പിന്നെ മറ്റുള്ളവർക്ക് നമുക്കൊരു പ്രയാസം ഉണ്ടാകും, ഇടാത്തതാണ്. ഇത് എത്ര മണിക്കൂർ വർക്ക് ചെയ്താലും ചൂടാവും, ഒരു കുഴപ്പമില്ല. 6 മാസമായിട്ട് നിർത്താതെ വർക്ക് ചെയ്യുന്നു. 6 മാസമായിട്ട് ഒരു പറമ്പിൽ കൊണ്ട് ദൈവവചനം ഇട്ടിട്ടുണ്ട്, കട്ടപ്പന, നിർത്തിയിട്ടേ ഇല്ല. ഇതുകൊണ്ട് ഈ ആംപ്ലിഫയർ വ്യവസായം, ആംപ്ലിഫയർ ഉണ്ടാക്കി വലിയ വിലയ്ക്ക് വിൽക്കുന്ന വ്യവസായം തീർന്നു. പിന്നെ ഹോം തിയേറ്റർ എന്ന് പറയുന്ന സാധനം ഒരെണ്ണം വിൽക്കുന്നില്ല. പിന്നെ പാർട്ടി സ്പീക്കർ എന്ന് പറഞ്ഞ സാധനം വിൽക്കുന്നില്ല. റോളിംഗ് ആയിട്ട് നടക്കുന്ന സാധനം വിൽക്കുന്നത്. ഇതെല്ലാം ഇതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇതിൻ്റെ ഹോൾസെയിൽ ചെയ്യുന്ന പുള്ളി പറയുന്നത് കേൾക്കാം, ഇതിൻ്റെ ആ ഒരു മാസ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമാണ്. ഓരോ വീട്ടിലും ഓരോന്ന് വരുന്ന പോലത്തെ സെയിലുണ്ട് സാധനത്തിന്, മനസ്സിലായില്ലേ? അപ്പം മോനെ, ഇവരുടെ പുള്ളിക്ക് മറന്നതാണ്. ഇപ്പോൾ നമുക്ക് 3ാമത്തെ പാട്ട് വേണേൽ ഇപ്പോൾ 3 അങ്ങ് അടിക്കാം. ഇപ്പോൾ ഞാൻ 3 അടിക്കാം. 8ാമത്തെ പാട്ട് വേണേൽ 8 അങ്ങ് അടിക്കുക. 8 അങ്ങ് അടിച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ നമുക്ക് അടുത്ത പാട്ട് സെലക്ട് ചെയ്യാനാണ് ഇതും കൊണ്ട് മെയിനായിട്ടുള്ള ഉപയോഗം. ഇപ്പോൾ 22ാമത്തെ പാട്ട് വേണേൽ 22 അടിച്ചാൽ മതി. അപ്പോൾ ഉണ്ടോ 22 അവിടെ വരും. അപ്പോൾ 22 ഇല്ലെന്ന് ആ വർക്കിങ് ഇഞ്ഞ് വരുന്ന വി ടൈപ്പാണ്. അപ്പോൾ അത് കൂട്ട് കോഡുണ്ടായിരിക്കും. പഴയ മോഡൽ ഫോണിൻ്റെ എല്ലാം വി ടൈപ്പാണ്. ചാർജർ ഇതിൻ്റെ കൂടെ ഇല്ല. ഇതിൻ്റെ കൂടെ ഇല്ല. ആ, ചാർജർ മൊബൈലിൻ്റെ ചാർജർ. അതാ പറഞ്ഞ മൊബൈലിന് 2 ചാർജറുണ്ട്. എല്ലാം ഉണ്ട് സാറേ, ഇവരത് വിട്ടോട്ടെ. അതൊന്നും ചെയ്യണ്ട, പൊട്ടിക്കോ. ഇതാണത് വി ടൈപ്പ്. മറ്റേ ടൈപ്പ് കുത്തിയാൽ ഇത് പൊടിഞ്ഞു പോവേ. അതുകൊണ്ട് കോഡില്ല, വേറൊരു കോഡ് ഞാൻ തരാം. മനസ്സിലായില്ല? ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് കത്തും. അതിനാ വയർ മാത്രം മതി, ചാർജർ വേണ്ട, വയർ മാത്രം മതി. എടാ, ഒരു വി ടൈപ്പ് വയർ എടുക്കോ? ആ, വി ഇതിനകത്ത് എടുക്കുകയാണ്.
സാധാ ഫോണേ 250 രൂപ ഇത് ഉണ്ടെന്ന് അവനങ്ങാണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ 50 രൂപയാണ് ഇതിൻ്റെ മാർജിൻ ഈ ഫോൺ വിറ്റാൽ. BSNLകാർ നിർബന്ധം പറയുന്നതുകൊണ്ട് ഞങ്ങൾ മേടിച്ചുകൊണ്ടെന്ന് വെക്കുന്ന വെള്ളത്തും കിട്ടിയാൽ. അപ്പോൾ വാ വന്നേ എൻസി ആരും ചെയ്യും ആര് ചെയ്യും 50 രൂപയ്ക്കും 40 രൂപയ്ക്കും ആര് ഫോൺ ചെയ്യും. അപ്പോൾ ഇത് പോഞ്ഞോ കോഡ് വേറെ പൊട്ടിക്കട്ടെ 149 രൂപ ഇതിന് വയറിന് ഉണ്ടെങ്കിൽ കഴിച്ച കളയുണ്ടാവുണ്ട് ഞാൻ ചോദിച്ചത്. കത്രി ഞാൻ എനിക്ക് ഉണ്ടെന്നേ അഡാപ്റ്റർ ഇല്ലാത്ത വീട് ഏതാടിയുള്ളത്. അഡാപ്റ്റർ ഇല്ലാത്ത വീടൊന്ന് കേരളത്തിലുണ്ടോ? എഴുതിക്കോ ഇവരുടെ അഡ്രസ്സൊക്കെ എഴുതിയോ? അഡ്രസ് എഴുതി. ആ അപ്പോൾ പൈസയും മേടിച്ചോ കഴിഞ്ഞ പരിപാടി. ഓക്സിജൻ കൂടെ ഓക്സിജന് കൊടുത്തേ. ഓക്കെ ഔട്ടുണ്ടോ? സ്പീക്കർ കറക്റ്റാണോ? എല്ലാ ചാനലും നോക്കി. കമൻറ്റ് പറയുന്ന ആൾക്കാർ ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നന്നാക്കാൻ മേലാത്ത സാധനം. ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ച് ഇവർ ഈ സാധനം കൊണ്ട് നടക്കാത്ത സ്ഥലങ്ങളില്ല, ഉപേക്ഷിച്ച സാധനമാണ്. അപ്പോൾ ഇതിന് കളയാന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും നല്ല സ്പീക്കറുള്ള ഇത്രയും വില കൊടുത്ത് മേടിച്ച ബോസ് പോലെ ഒരു കമ്പനിയുടെ സാധനം കളയുന്നതിന് പകരം നമ്മളൊരു ആംപ്ലിഫയർ കൊടുത്തൊരു ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി വർക്കിംഗ് ആണ് ഈ സാധനം. സൂപ്പറല്ലേ? ഇത് ഒറിജിനലായിരുന്നപ്പോൾ ഇത്രയും സൗണ്ട് കേട്ടിട്ട് കാണത്തില്ല. അത്രയും നല്ല ആംപ്ലിഫയറാണ് അത്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ കാലിഫോർണിയ IC ഇട്ടുള്ള സാധനമാണ്. സൂപ്പറാണ്. അപ്പോൾ ഒരു വില വ്യത്യാസം വരുന്ന തന്നെ ഒരു 500 രൂപ അല്ലെ 1000 രൂപയുടെ മാറ്റം വരുള്ളൂ. അപ്പോൾ വലിയ ലാഭത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ കുറഞ്ഞത് മേടിച്ച് എല്ലാം മുറുക്കാൻ കടയിലുണ്ട്. പക്ഷെ ഞാൻ തരുന്ന സാധനം വ്യത്യസ്തമായ സാധനമാണ്. അതിൻ്റെ എഫക്റ്റ് വേറെ ഒന്നാണ്. അപ്പോൾ ഹാപ്പിയല്ലേ? ഓക്കെ. അപ്പോൾ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്ന മനുഷ്യനാണ്. ഇപ്പം സമയം എന്നാടാ പറഞ്ഞത്? നമ്മൾ ഇന്ന് തന്നെ കൊടുക്കുക. 4 മണിയായി. എന്നാലും തീരുമാനമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് പാക്ക് ചെയ്തോ മോനെ, അയച്ചോ, കാണിച്ചു കൊടുത്തേരെ. അതിൽ ഒരു റെഡ് ഇതിട്ടേരെ. ഓടിയോ? അതിൽ ഞാൻ വന്നു. അന്ന് ആദ്യമേ പറഞ്ഞിരുന്ന ഇവനെ കൊണ്ട് ഒരു സൈഡിലിരുത്തി അങ്ങ് ജയിച്ചേനെ. പെട്ടെന്ന് ചെയ്യേ, സ്പീഡിലടിച്ചേ. വയർ എത്ര മീറ്റർ വേണം? 3 മീറ്റർ, 4 മീറ്റർ, 3 മീറ്റർ വേണം. പെട്ടെന്ന് വയറെടുത്തു. സ്പീഡ്. വണ്ടിയോ വേറെ ആൾക്കാരുണ്ടോ? 2 പേരുള്ളൂ. അപ്പോൾ ഇനി പോകാനൊന്നുമില്ല. ഒരു 10-15 മിനിറ്റാണ് സെറ്റ് ചെയ്ത് തരാം. ജിൻസി ബില്ലടിച്ചോ വാങ്ങിക്കൂ. അത് കഴിഞ്ഞിട്ട് മതി. അത് പിടിപ്പിച്ചിട്ട് മതി. ബില്ലടിച്ചോ. പേരും അഡ്രസ്സും ഒക്കെ മിനി എഴുതിക്കോ. ഇവിടെ വന്നിരുന്നോ സാറേ? ചേച്ചിയോട് ഇവിടെ ഇരുന്നോളാം. വന്നിരുന്നോന്ന് ഒത്തിരി നേരം നിൽക്കണ്ട. അല്ലാത്ത വേണം കസാര കൊണ്ട് തരാം. 3 മീറ്റർ പെട്ടെന്ന് എടുത്ത് സ്പീഡപ്പിക്ക്. മൂന്നെണ്ണം കൊണ്ടുപോയി വിടുവല്ലേ ഇന്ന്? മോനെ ഇവിടെ വന്ന് ഇരുന്നോ മോനെ. ഞാൻ തരാം, കാർഡെല്ലാം ഞാൻ തരാം. അത് കാറ്റലോ എന്ത് ചെയ്യും? അതെന്താ?
പോട്ടോ. അല്ല ഇവനിപ്പോ ഇത് വിളിക്കുന്നുണ്ട്, ഇപ്പൊ വരും, വിളിക്കുന്നുണ്ട്, ഇപ്പൊ വരും. ബില്ല് വേണം തരാം, ബില്ലടിച്ചു കൊടുത്തരാം ചേച്ചി. Remix DJ Saturn.
Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. വയറ് ചുമല വയറുള്ളത് പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവ്. ഇത് This കറുത്ത is വരെയുള്ളത് the time നെഗറ്റീവ്. of your പോസിറ്റീവ് life. നെഗറ്റീവ് നോക്കാതെ അത് കൊടുക്കണം. സബ്ബൂഫറിന് എത്താൻ എഴുതിയിട്ടുണ്ട്. Remember, you don't get it twice. The time of your life. Don't look at the past, no, we're not going that way. Oh, now make it last, make it last to the break of day. No matter what people say, live life in a fast lane. Double shot for the gifted, triple shot for the pain. There you go, drink it up, all this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. This is the time of your life. Remember, you don't get it twice. The time of your life. Remember, you. ആ, സാറിൻ്റെ പേര് സജീവ്. സജീവിൻ്റെ കൂട്ടുകാരനല്ലേ ഇത്? വന്നേ, കൂട്ടുകാരൻ്റെ പേരെന്നാ? രാഹുൽ. രണ്ടുപേരും ആലുവയിലാണോ? പിറവം. പിറവം. സോറി, പിറവം. ഓക്കെ. നമ്മുടെ ഈ പുള്ളിയുടെ, നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആയിരുന്ന അനൂപിൻ്റെ അല്ലേ പിറവം? ഓക്കെ. അപ്പോൾ സാധനം അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടല്ലോ? അപ്പോൾ ഈ ഗ്ലാസ് ടീയെ കുറ്റം പറയുന്നവന്മാരോട് ഒറിജിനൽ ഗ്ലാസ് ടീയിൽ പാട്ടൊന്ന് കേൾക്കാൻ പറ. ഓക്കെ. ഈ 1,500 രൂപയ്ക്ക് വഴിസൈഡിൽ കിട്ടുന്ന സാധനം ഉണ്ടായിരിക്കാം, പക്ഷെ അതല്ലേ കാര്യമിരിക്കും. ഇതാ ഒറിജിനൽ ചിപ്പ് വെച്ചുള്ള സാധനത്തിന് ഇതേ ക്വാളിറ്റി ഉണ്ട്. ഇതാണ് ഒറിജിനൽ. മറ്റേതൊരു മങ്ങിയ സൗണ്ട് വെച്ച് ട്യൂട്ടറും മൂളാൻ തുടങ്ങും. അതെ. കുറെ തെറി ഞാൻ കേട്ടതാ. പിന്നെ ഞാനതെല്ലാം മനസ്സിൽ കൂടെ പറ്റും. നമ്മുടെ കൊച്ചു അനിയന്മാരല്ലേ അവന്മാർ, എന്തെങ്കിലും പറയട്ടെ. ഓക്കെ. താങ്ക് യു. ഇനി സാറ് വന്നിരുന്നോ? സാർ വേണം. അപ്പോൾ ഇതും കൂടെ കൊണ്ട് വെച്ചിട്ട് റേസ് എടുത്തോണ്ട് പോരെ. എൻ്റെ സ്പീക്കർ തന്നെയാണ്, എൻ്റെ ഊഫർ തന്നെയാണ് അത്. ഞാനിതാ വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ? അടിപൊളി. ഇതല്ലേ ഇരിക്കുന്നത്? ആ സാമാനം തന്നെ. പിന്നെ ആ ഡിസൈനിലുള്ള ചെറിയ മാറ്റമേ ഉള്ളൂ. നല്ല ഐഡിയ. സൂപ്പറാ. നല്ല സാധനം. ഹലോ, കേട്ടോ? 1 ഇല്ല 2 ഇല്ല 3 ഇല്ല, വേറെ പണി നോക്ക്. കേട്ടായിരുന്നു? സാറിന് വന്നോ? ഏത് മുന്നണിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തതെന്ന്? അണ്ടേ നിന്നെ കർശനമായിട്ട് പിടിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് വോട്ട് ചെയ്തതെന്ന് മൊബൈലിൽ കൂടെ ചോദിക്കുന്നു. എടുത്തു മോനെ. വയറൊക്കെ ഇട്ടോ? വയറ് സാറിൻ്റെ കയ്യിലുണ്ടോ? നല്ല വയറിട്ടോ മോനെ. ഒരു 3 മീറ്റർ മതിയല്ലോ? ഒരു 3 മീറ്റർ വയറിട്ടോ. 4 പേരെ നമുക്കെടുക്കാം, ഒരാളെ ഉപേക്ഷിക്കാം. അതടയ്ക്ക്.
അതിൻ്റെ വയറില്ലല്ലോ. ആ ആ അത് വിടുവോ? അത് ഇടുവോ? അത് ഒത്തിരി പഴയതാണ്, വേണം മാറിയേക്കാം, നല്ല വയർ ഇട്ടേക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് എണ്ണം ഒന്നിച്ച് സെറ്റാക്കിയേക്കട്ടെ ഇങ്ങനെ. ഇതും രണ്ടെണ്ണം ഇവനെ നമുക്ക് ഉപേക്ഷിക്കാം. ഇതെല്ലാം സ്പീക്കറും ആദ്യം ചെക്ക് ചെയ്ത മോനെ. ഈ സ്പീക്കറും സബ്വൂഫറും എല്ലാം ചെക്ക് ചെയ്തേ. ആ അല്ല ഇതെല്ലാം ചെക്ക് ചെയ്തു. സോണിയുടെ ഒരു പോയ ഹോം തിയേറ്റർ, പഴയ ഹോം തിയേറ്ററിന് 5 സ്പീക്കറും അതിൻ്റെ സബ്വൂഫറും നമ്മുടെ AS21 കണക്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള സാധനമാണ്. ഇത് ഇരിക്കുന്ന തുരുമ്പ് നിങ്ങൾ കണ്ടോ? പക്ഷേ ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന ഓഡിയോ നിങ്ങൾ എന്നാണേലും A ക്ലാസ്സും B ക്ലാസ്സും ABയും എല്ലാം കഴിഞ്ഞു. ആംപ്ലിഫയർ വ്യവസായം തന്നെ തീർന്നു. ഞാൻ തീർന്നില്ലെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, എല്ലാ മേഖലയിലും കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ D ക്ലാസ് ചെയ്യുന്ന ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ടാക്കിയിട്ടോ ഞങ്ങളെ തെറി വിളിച്ചിട്ടോ അനാവശ്യം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ്. സൂപ്പർ സോണിക് വിമാനത്തിനേക്കാളും സ്പീഡിലാണ് ഇന്ന് ടെക്നോളജി വളർന്നു പോകുന്നത്. അപ്പോൾ A ക്ലാസ്സിൽ നിൽക്കണം B ക്ലാസ്സിൽ നിൽക്കണം എന്നൊന്നും വേണ്ടതല്ല. ഇപ്പോൾ D ക്ലാസ് തന്നെ, ഈ D ക്ലാസ്സിൻ്റെ പുതിയ ന്യൂനതമായ സാധനങ്ങൾ എപ്പോൾ വരുമെന്ന് നോക്കിക്കൊണ്ടിരുന്ന ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പോയാൽ നമുക്ക് ഇത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയുടെ കാലമായി. അപ്പോൾ ഓരോ കഴിയുമ്പോൾ ഇനി ഇലക്ട്രിക് വണ്ടി ഹൈഡ്രജൻ വണ്ടിയുടെ കാലമാവും. ഞാൻ പെട്രോൾ വണ്ടി ഉപയോഗിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്നാ ബഹളം വെച്ചാലും കാലം മാറുക തന്നെ ചെയ്യും. കാലം മുമ്പോട്ട് തന്നെ പോകും, ഒരിക്കലും പുറകോട്ട് പോവുകയില്ല. നമ്മൾ എന്തെല്ലാം പിടിവാശി ചെയ്താലും നമ്മൾ കാലകാരണപ്പെട്ട് പോകുന്നുള്ളതല്ലാതെ അടുത്ത തലമുറ വരുമ്പോൾ അവർ ഇഷ്ടമുള്ള സാധനത്തിലേക്ക് വരും. പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് TV ഒരെണ്ണം കാണുക എന്നുള്ള വലിയ കാര്യമായിരുന്നു. മോൻ്റെ പേരെന്നാ? അർജുൻ. അങ്ങോട്ട് കാണിച്ചു. അർജുന് TV കാണാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? പറഞ്ഞ മനസ്സിലായോ? അർജുന് TV കാണാൻ താല്പര്യമില്ല. അർജുന് മൊബൈൽ കാണാനല്ല താല്പര്യം, അല്ലേ? മൊബൈൽ ഉപയോഗിക്കാനല്ലേ ഇഷ്ടം. അതാണ് കാലഘട്ടത്തിൻ്റെ മാറ്റം. അപ്പം ഞാൻ എൻ്റെ കൊച്ചിനോട് പറയാം, നീ മൊബൈൽ ഉപയോഗിക്കരുത്. അവൻ സമ്മതിക്കുമോ? അവൻ സമ്മതിക്കത്തില്ല. പറഞ്ഞു മനസ്സിലായില്ല എന്ന് പറഞ്ഞ പോലെ കാലഘട്ടം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, നമ്മളും മാറണം, അതനുസരിച്ച് മാറിക്കൊണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാം. കൂടുതൽ വാചകം അടിക്കുന്നില്ല. ചിലർക്ക് കൂടുതൽ വാചകം അടിക്കുന്ന ഇഷ്ടമാണ്. ചുമല വേണ്ട, പച്ച എടുത്താണ്. പച്ചയ്ക്ക് വീതി കൂടുതലുണ്ട്. സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ടോ? ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇടണം. അഡ്രസ്സും ഫോൺ നമ്പരും ഇടണേ. ഓക്കെ. ആ വലുത് ഇട്ടേക്കാം. ഉണ്ടോടാ ചെയ്തത്? ആ പൈസ ആയിട്ടിട്ട് അഡ്രസ്സ് ഗൂഗിൾ പേക്ക്
അപ്പോൾ ഇന്നത്തെ കസർത്തെല്ലാം ഇവിടെ തീർക്കുകയാണ്. ഇന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സോണി ജിൻസി സൈൻ ഓഫ്. താങ്ക് യു.